അടുക്കളക്കാരിയാണല്ലോ. എനിക്ക് അത്യാവശ്യം അല്പം ജീരകം വേണമായിരുന്നു. ഇവിടെ എവിടാ ജീരകം വെച്ചിരിക്കുന്നത്? ഇവിടാണോ? ഈ കുപ്പിയിലാണോ? അത് ഇവിടെയാണോ? റോയ്ച്ചന്റെ ചേട്ടന്റെ ഭാര്യ. ആ കിട്ടി കിട്ടി കിട്ടി, ജീരകം കിട്ടി കിട്ടി. എനിക്ക് വെള്ളം തിളപ്പിക്കണോ? ഏത് നേരത്താണോ ഇയാളെ ഇവിടെ ഞാൻ ഇട്ടത്? എനിക്ക് വെള്ളം വേണമെന്ന് മാറ്റി വെച്ചോട്ടെ. അതിയാനേ വായുവിന്റെ അസുഖം. വെള്ളം കൊടുത്തില്ലേ ചിലപ്പോ ചത്തുവോ. അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ വിചാരിച്ചിട്ട് എന്നാ ചെയ്യാനാ? ഇപ്പൊ ആവും. അതിവിടെ ഇരിക്കട്ടെ. അന്നമ്മോ വേഗം കൊണ്ടുവന്നേടി. ദാ വരുന്നു. എന്റെ കർത്താവേ, നല്ല ചൂടുണ്ടേ, സൂക്ഷിച്ചു കുടിക്കണം. മുറുക്കാൻ എന്തിയേ? അതിന്റെ പുറത്താ കയറിയിരിക്കുന്നു. വിശേഷമായി. നില്ല് നില്ല് നില്ല്. ഇത് എന്നാ പോക്കാ? ആരാ നിങ്ങളാരാ? കൊച്ചു കൊള്ളാവല്ലോ. ഞങ്ങൾ ഇവിടുത്തെയാ. അതെന്റെ മോളും അനിയത്തിയാ. അയ്യോ എനിക്കങ്ങ് പോയില്ല കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ. ഇതാരാ മമ്മി? റോയ്ച്ചന്റെ ചേട്ടനും ചേട്ടത്തിയാ മോളെ. അയ്യോ ഇത് ഗ്യാസ് ആവുന്നേ. അയ്യോ അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കുഞ്ഞെ. ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. ഡോക്ടറൊന്നും കാണിച്ചില്ല. പിന്നില്ലേ കാണിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. എല്ലാവരും കുറച്ച് ഗുളികയും മരുന്നും തന്നു വിടും. അതുകൊണ്ട് ഒരു കുറവുമില്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്. അയാളുടെ കൈവശം ഒരു തെറാപ്പി ഉണ്ടെന്ന്. ഇരിയാന്റെ ഗ്യാസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മേല. നാട്ടുകാരൊക്കെ ഇരിയാനെ വിളിക്കുന്നത് ഗ്യാസ് മാത്തച്ഛനെന്നാ. അങ്ങനെ വിളിക്കുന്നവന്റെ തന്തയ്ക്ക് വിളിക്കാതെ നീ നിന്ന് ചിരിച്ചിട്ടല്ലയോ എന്നെ എങ്ങനെ വിളിക്കുന്നേ? അതെ അതെ അതെ, അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇതൊന്നും ഇരിയാന് കൊടുക്കാൻ മേല. അപ്പൊ പ്രത്യേകമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കണം. എന്നാ ഞാനും കൂട്ടി അല്ലട്ടെ. ഒന്നും വിചാരിക്കല്ലേ. അല്ലെങ്കിലും ഒന്നും വിചാരിക്കല്ലെന്നുള്ളത് എനിക്ക് അറിയാവല്ലോ. ഒരുവിധം തിന്നാൻ കൊള്ളാവുന്നതല്ല ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് തിന്നാനുള്ള യോഗം കർത്താവ് എനിക്ക് തന്നിട്ടില്ല. മുറിക്കാതിരുന്നാലേ അസുഖം കൂടും. പുറത്തിറങ്ങിയ അല്പ ആശ്വാസം കിട്ടും. ഒന്നും വിചാരിക്കുകയല്ലെന്ന് എനിക്കറിയാം. താഴെ കാർ കിടക്കുന്ന കണ്ടുകൂടെ? തുപ്പാൻ മരങ്ങ് സ്ഥലം കണ്ടില്ലേ? താൻ ഏത് കോത്താഴ്ത്തുകാരനാടു? മുറുക്കിയ ഞാൻ താഴേക്കേ തുപ്പാറുള്ളൂ, വേറെ എങ്ങും തുപ്പാറില്ല. തുപ്പുന്നിടത്താണോ കാറ് കൊണ്ടുവന്നിടുന്നേ? ഇയാളെ ഏത് കോത്താഴ്ത്തുകാരനാ? ഇതിവിടെ കിടക്കട്ടെ. കാണേണ്ടവർ കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം. കാണേണ്ടവർ കണ്ടിട്ട് ബാക്കി പറഞ്ഞോളാന്ന്. എടി അന്നമ്മോ, നീ ബാത്റൂമിൽ സ്ഥിര താമസമാക്കിയോടി. വന്നേടി. ഇതെന്നതാടി ഇത്? നീ ഇതിനകത്ത് എങ്ങനെ കേറി? ഇതാരുടേതാ? ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ. എനിക്കെങ്ങനുണ്ട്? സത്യം പറയാമല്ലോ, നിനക്ക് മുണ്ടും ചട്ടയവാ ചേർച്ച. ഇക്കാലത്തെ പെണ്ണുങ്ങൾ ഇത് വിട്ടോണ്ടാ രാത്രി കിടന്നുറങ്ങുന്നേ. ഇതാ സുഖം. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. അയ്യോ ഇതിനെ പാല് കുടിക്കണ്ടായോ? ആ പാല് കുടിക്കാതെ കിടക്കരുത്. ഞാനൊന്ന് പോയി നോക്കിയേച്ച് വരട്ടെ. ഇവിടെ പാലിരിപ്പുണ്ടോ? ഇല്ല, ഇത് ഇവിടുത്തെ കുഞ്ഞിന് കൊടുക്കാനുള്ള. അത് പോട്ടെ, അത് സാരമില്ല. പിന്നെ അതിയാനേ കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ശ്രീദേവി കൊച്ചിന്റെയാ? അതെ. അവിടെ കിടന്നിരുന്ന എനിക്കെങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? അയ്യോ മുഷിഞ്ഞതാണല്ലോ. അങ്ങനൊന്നുമില്ലല്ലോ, നല്ല സെന്റിന്റെ മണം. ഇത് ഞാൻ എടുത്തോട്ടെ. ഒന്നും വിചാരിക്കല്ലേ. അല്ല എനിക്കറിയാം. ഉറങ്ങിയോ? എന്റെ കർത്താവേ. എന്നതാടി ഒരു വെള്ളത്തിന്റെ ചൊവ? കെട്ടിയോന് തരുന്നെങ്കിലും മായം ചേർക്കാതെ തരാൻ മേലെ. ഇന്ന് പാല് കുറവായിരുന്നോ? ഇതാ കൊച്ചിന് വെച്ചിരുന്ന പാല് ഇച്ചിരി ഉണ്ടായിരുന്നു. അവര് വെള്ളം വല്ലതും ചേർത്ത് കാണും. വെള്ളം ചേർത്ത പാല് ഞാൻ കുടിക്കല്ലേ നിനക്ക് പറയാൻ മേലായിരുന്നോടി? കിട്ടിയതങ്ങ് കുടിച്ചാട്ടെ. ഇത് ചൂണ്ടാൻ പാട് എനിക്കും കർത്താവിനും അറിയാവൂ. എന്നാ നീ കുടിച്ചോ, നീ ചെറുപ്പാവട്ടെ. കർത്താവേ, ഇപ്പൊ എന്നെ കണ്ട എന്നാ പ്രായം തോന്നിക്കും? എന്നെക്കാൾ പ്രായം തോന്നിക്കും. അതങ്ങ് മനസ്സിരിക്കട്ടെ. ഇരിയാന് പ്രായമായെന്ന് വെച്ചേ ഞാനങ്ങനല്ല. അതെനിക്ക് അറിയാമടി, ഞാനല്ലേ അനുഭവിക്കുന്നത്. എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പും ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും ഒന്നും അല്ല, നീ തന്നെ. ഞാനും ഗുളിക എടുക്കട്ടെ. കുടിച്ച് സംസാരിക്കേ. മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കത്തില്ല.
മാസം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രണ്ടിലും ചവിട്ടി കൂട്ടി. റോയ്സിന്റെ ആൾക്കാരെ മുഖം കറുപ്പിച്ച് ഒന്നും പറയല്ലേ. ഇല്ല, ഞാൻ പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം. നമുക്ക് അവരെ കൂടെ വിളിക്കാം. കുറവില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് പോയാലോ? എന്റെ ഈശോ മിശിഹായെ വേണ്ട, അവര് ഓപ്പറേഷൻ നടത്തും. ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ചത്തിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കണം അല്ലയോടി? ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്. എന്താ എന്താ ഒന്നും പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രി വായു കയറി ക്ഷോഭിക്കും. ഇന്നത്തെ ഭക്ഷണം അല്പം കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നേരാ. പുട്ടും കടല എന്നെ ശരിക്ക് തട്ടിയിട്ടുണ്ട്. കടല ഗ്യാസാ എനിക്കറിയാം, എന്നാലും ഞാൻ കഴിച്ചുപോയി. ഇവിടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മരുന്നില്ല, വയറുവേദനയ്ക്കുള്ള മരുന്ന് വേണമെങ്കിൽ തരാം. അതെങ്കിലും കുറച്ച് കൊടുക്ക് സാറേ. ഇന്നെങ്കിലും സമാധാനത്തോടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. മിന്നു കെട്ടിയ അന്ന് രാത്രി ഇരിയാന്റെ ഏമ്പക്കം കേട്ട് ഞെട്ടിയ ഞാൻ പിന്നെ 7-ന്റെ അന്നാ കിടക്കേന്ന് പൊങ്ങിയത്. ഒന്നും വിചാരിക്കല്ലേ, ഇരിയാന്റെ ഏമ്പക്കം അന്നാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചൂടായിരുന്നോ? കാണിക്കാഞ്ഞിട്ടാന്നോ കുഞ്ഞെ? അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെന്നൈ ഇത് മാറത്തുള്ളെന്നാ. സെമിത്തേരി അല്ലടി, സുൽത്താൻ ബത്തേരി. ബത്തേരിയിൽ ഒരു കങ്കാണി വൈദ്യനെ എന്നെ കൊണ്ട് കാണിക്കുന്ന കാര്യവാ എവള് പറഞ്ഞേ. ഓപ്പറേഷന് പോവാൻ ഇരിയാന് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടറെ തേടി ഇങ്ങോട്ട് വന്നേ. അതിനെ റോയ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണ്ടേ നടത്താൻ? റോയ് ഉടനെ എത്തണെന്നാ ഞങ്ങളുടെയും പ്രാർത്ഥന. വെള്ളം വേണ്ട, വിഴിഞ്ഞാ മതി. വയറ്റിനകത്തൊക്കെ ഒരു പൊട്ടലും ചീറ്റലും. ഇരിയാൻ എന്നെ പൊട്ടാത്ത വിഴുങ്ങിയോ? പൊട്ടാനും ചീറ്റാനും ഇതങ്ങ് വിഴുങ്ങു മനുഷ്യ. 5 മിനിറ്റ് കഴിയുമ്പോ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഞങ്ങൾ പോട്ടെ. അയ്യോ, നിങ്ങളങ്ങ് പോവാണോ? നിങ്ങളൊക്കെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്ന എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറക്കമുളച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നു. പാതിരാക്കി ഞാൻ ഇരിയാനെ മേപ്പോട്ട് കെട്ടിയെടുത്ത എനിക്ക്. വായട ചീവീട് എന്നതാ പറഞ്ഞേ? അയ്യോ, എനിക്കങ്ങ് പോയില്ല. അതെനിക്ക് കേന്ദ്രത്തിൽ എന്തൊക്കെ പ്രശ്നം. ഒന്നിന്റെ എനിക്ക് ഈ ഗ്യാസിന്റെ കുഴപ്പമുള്ളതുകൊണ്ട് സമയത്തിന് പോയില്ല. പിന്നെ ഒരു 10 ദിവസത്തേക്ക് പോകത്തില്ല. ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ ഇറങ്ങി ബാങ്കിൽ. മാറത്തരാവേ. അതിയാനേ രാവിലെ എന്തെങ്കിലും കൊടുത്തില്ലേ പിന്നെ അന്നത്തെ കാര്യം അവതാളത്തില. 3 ബുൾസായി കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കില്ലേ. എത്ര കണ്ടിരിക്കുന്നു. ആ കാർത്തിയനമ്മ ഇവിടെ നിൽക്കുകയാണോ? മോൾക്ക് കഴിക്കാനൊന്നും എടുത്തു വെച്ചില്ലേ? എങ്ങനെ എടുക്കാനാ? അടുക്കളയിലോട്ടൊന്നും എന്ന് നോക്ക്. ഉള്ള മുട്ട മുഴുവനും പൊട്ടിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും എടുക്കാൻ സമ്മതിക്കണ്ടേ? നീ ഒറ്റ ഒരുത്തിയാ, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി മുറിയെടുത്ത് തൊലഞ്ഞാനെ. അതൊക്കെ പറ, അവര് കേക്കണ്ട. ഒന്ന് മാറിക്കേ. അയ്യോ, ഇത് ഞാൻ ഇതുവരെ ഇറങ്ങിയില്ലേ? ഒന്ന് പിടിച്ചേ. ആ സമയത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഗ്യാസ് കൂടുമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇരിയാന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിയാ ഞാൻ ഈ കോലമായത്. വെച്ചോ, ഞാൻ എങ്ങനെ ഇരുന്നതാണെന്നറിയാവോ? ഞാൻ എന്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ, ഒന്നും വിചാരിക്കില്ലേ. മനപ്രയാസം കൊണ്ടാണ് കണ്ടറിഞ്ഞൂടെ? ഓ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടല്ലോ. ഞാൻ കൊണ്ട് കൊടുത്തേച്ചു വരാവേ.